ഹായ് ഓൾ എഡ്യൂഗാനിറ്റിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 7 കറണ്ട് അഫയേഴ്സ് ആണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഒരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. നമ്മുടെ ഹെൽത്ത് മിനിസ്ട്രി പുതിയ ഒരു ട്രീറ്റ്മെന്റ് അപ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. TB, നമുക്കറിയാം ട്യൂബർക്ലോസിസ് എന്ന് പറയുന്ന ഒരു ഡിസീസ് ഉണ്ട്. ആ ഡിസീസിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു പുതിയൊരു ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നതിനകത്തൊരു 4 മരുന്നുകൾ അടങ്ങിയിട്ടുള്ള ഒരു ഇതാണ് കൊടുക്കുന്നത്. ബെഡാക്വിലിൻ, പെട്രോമനൈഡ്, ലെനസോളിൻ ആൻഡ് മോക്സിഫ്ലോക്സൈൻ. അങ്ങനെ 4 പേരുകൾ അടങ്ങിയിരിക്കുന്ന ഈ 4 മെഡിസിൻസ് അടങ്ങിയിരിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഇപ്പൊ കൊടുക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്ക് നേരത്തെ തന്നെ ഈ ഒരു ഇതിന് ഇന്ത്യയിൽ നമ്മൾ അപ്രൂവൽ കിട്ടിയിട്ടുള്ളതാണ്. കാരണം ഇപ്പോൾ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ നേരത്തെ കൊടുത്തുകൊണ്ടിരിക്കുന്ന മെഡിസിനേക്കാളും കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു അപ്രൂവൽ ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നേരത്തെ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു 2 ഇയേഴ്സോളം എടുക്കുമായിരുന്നു ഇതിന്റെ മെഡിസിൻ കൊടുത്ത് മാറി. ഇപ്പൊ അത് നമുക്ക് 6 months ആയിട്ട് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഒരു പുതിയ ഒരു ട്രീറ്റ്മെന്റിൽ കൊണ്ടുവന്നു, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ഓക്കെ ആയി എന്നുള്ളൊരു ഇതാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, ദെൻ നേരത്തെ യൂസ് ചെയ്ത ട്രീറ്റ്മെന്റ് ആണ് MDR TB ട്രീറ്റ്മെന്റ് എന്നാണ് നേരത്തെ പ്രൊസീജിയറിന് അറിയപ്പെടുന്നത്. ഇപ്പൊ അടുത്ത ട്രീറ്റ്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത് പുതിയ ആ ഒരു 4 drugs അല്ലെങ്കിൽ BPAM റെജിമെൻ എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. BPAM റെജിമെൻ കൺസിസ്റ്റിംഗ് 4 drugs എന്നാണ് ആ ഒരു ഇതിൽ അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് കർണാടക റിലേറ്റഡ് ന്യൂസ് ആണ്. കർണാടകയിൽ ഏറ്റവും കൂടുതലായിട്ട് ഡ്രോട്ട് വരുന്ന സ്ഥലങ്ങൾ ഒന്നാണ് കോളാറും ഒന്ന് ചിക്ബലാപൂറും. അപ്പോൾ ഈ 2 സ്ഥലത്തേക്ക് വെള്ളം എത്തിക്കാനായിട്ട് അവർ പുതിയൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു. എട്ടിന ഹോൾ എന്നാണ് ആ പ്രോജക്റ്റിന്റെ പേര്. അപ്പൊ എട്ടിന ഹോൾ പ്രോജക്റ്റ് ഏത് സ്റ്റേറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ കർണാടകയാണ്. അപ്പൊ അവിടെ അത് ഈ വെസ്റ്റേൺ ഗാർഡ്സിൽ നിന്നുള്ള സ്ട്രീംസിനെയൊക്കെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അണ്ടർഗ്രൗണ്ട് വാട്ടറിൽ നിന്ന് എടുത്ത് വാട്ടറിനെ ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സാണിത്. അപ്പൊ ഇതിന് ഫസ്റ്റ് സ്റ്റേജ് ഹെബനഹല്ലിയില് സക്ലേഷ്പൂരിലെ ഹെബനഹല്ലി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇത് ഫസ്റ്റ് സ്റ്റേജ് ഇനാഗുറേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. അപ്പൊ എറ്റിന ഹോൾ എന്ന് പറയുന്ന പ്രോജക്റ്റ് ഏത് സ്റ്റേറ്റ് റിലേറ്റ് ചെയ്തിട്ടാണ്? കർണാടക റിലേറ്റ് ചെയ്തിട്ടാണ്. അത് ഏതൊക്കെ സ്ഥലത്തേക്കാണ് ഇത് വേണ്ടുന്നത്? ഏറ്റവും കൂടുതൽ അവിടെ വരൾച്ച നേരിടുന്ന കോലാർ, ചിക്കബല്ലാപൂർ എന്ന് പറഞ്ഞ ഈ 2 സ്ഥലത്തേക്കാണ് മെയിൻ ആയിട്ട്. ബാക്കിയുള്ള സ്ഥലത്തേക്കും ഉണ്ട്, അത് കൂടുതലും ഈ 2 സ്ഥലമാണ് മെയിൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഇന്നലെ പറഞ്ഞിട്ടുള്ള ന്യൂസ് ആണ് ഈ ടൈഫൂൺ യാഗിയുടെ കാര്യം, അല്ലെ? എവിടെയാണ് അത്? സൗത്ത് ചൈന സീയുടെ അടുത്തായിട്ടുള്ള, ചൈനയിൽ തന്നെ സൗത്ത് ചൈന സീയുടെ അടുത്തായിട്ടുള്ള ഹെയ്നൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് എന്ത് ചെയ്തത്? നാശം വിതയ്ക്കുന്നത്. അത് ഏഷ്യയിൽ തന്നെ ഈ വർഷം വന്ന ടൈഫോൺസിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് ഏഷ്യയില്. ദെൻ വേൾഡിൽ തന്നെ ഏറ്റവും സെക്കൻഡ് പവർഫുൾ ട്രോപ്പിക്കൽ സൈക്ലോൺ. 2024 ഇതേവരെ വീശിയിട്ടുള്ള സൈക്ലോൺസിൽ നിന്നും വേൾഡിൽ തന്നെ ഏറ്റവും വേൾഡ്സ് സെക്കൻഡ് പവർഫുൾ ട്രോപ്പിക്കൽ സൈക്ലോൺ ആണ് ഇത്. ഇപ്പോഴത്തെ ന്യൂസ് എന്ന് പറയുന്നത് ഇതിപ്പോ സൗത്ത് ചൈനയിൽ നിന്ന് എങ്ങോട്ട് പോകുന്നുണ്ട്? വിയറ്റ്നാമിലേക്ക് മൂവ് ചെയ്യുന്നു എന്നുള്ളൊരു ന്യൂസ് ആണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. സോ അപ്പൊ ടൈഫൂൺ യാഗി ചൈന. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്കൊരു ഡിഫൻസ് റിലേറ്റഡ് ന്യൂസ് ആണ്. അഗ്നി 4ന്റെ സക്സസ്ഫുൾ ആയിട്ട് ടെസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ഒഡീഷയിലെ ചാന്ദിപൂരിൽ വെച്ചിട്ടാണ് അഗ്നി 4ന്റെ ആ ഒരു ടെസ്റ്റ് നടന്നത്. അഗ്നി സീരീസ് എന്ന് പറയുമ്പോൾ തന്നെ ഇതിന്റെ മെയിൻ നമുക്കൊരു റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി 4 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ടെസ്റ്റ് നടന്നത് എവിടെയാണ്? ഒഡീഷയിൽ തന്നെ. ഏതാണ്? ചാന്ദിപൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി അപരാജിത ബില്ലിനെ പറ്റി കഴിഞ്ഞ ക്ലാസ്സസിൽ പഠിച്ചിട്ടുള്ളതാണ്. സോ അപ്പൊ ഈ അപരാജിത ബില്ല് ഇപ്പൊ 6ന്റെ അടുത്തേക്ക് എത്തി എന്നുള്ളതാണ് പ്രസിഡന്റ് നമ്മുടെ ശ്രീമതി ദ്രൗപദി മുർമു എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റിന്റെ മുൻപിലേക്ക് സൈൻ ചെയ്ത ബില്ല് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതൊരു ബില്ല് അമെന്റ് ആകുന്നതിന്റെ ഭാഗമായി എന്ത് ചെയ്യും? ഭാരതീയ ന്യായ സംഹിത, ദെൻ ഭാരതീയ നാഗരിക് സുരക്ഷ അധിനിയം ആൻഡ് പോസ്കോ ആക്ട്, ഇതിനകത്തെല്ലാം ചേഞ്ച് വരും. എന്താ ചെയ്യുന്നത്? അതായത് ഈ കൈൻഡ്സ് ഓഫ് റേപ്പ് ചെയ്യുന്നവർക്ക് ഡെത്ത് പെനാൽറ്റി കൂടി കൊടുക്കണം എന്നുള്ള രീതിയിലുള്ളൊരു ഇതാണ് ഇവിടെ അമെന്റ് ചെയ്യുന്നത്. അതാണ് അപരാജിത വുമൺ ആൻഡ് ചൈൽഡ് ലോ അല്ലെ അമെന്റ്മെന്റ് ബിൽ എന്ന് പറയുന്നത്. ഇത് ഏത് സ്റ്റേറ്റ് ആണ് ഇത് ചെയ്തിരിക്കുന്നത്? അത് ബംഗാളാണ്. ഓക്കെ,
ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ തിരുമല തിരുപ്പതി ടെമ്പിൾ ഉണ്ടല്ലോ ആന്ധ്രാപ്രദേശിലെ, ലോങ് വെങ്കടേശ്വരാണ്. ആ ഒരു ടെമ്പിളില് ഇനി ആളുകളെ കയറ്റുന്നത് ആധാർ ബേസിലായിരിക്കണം എന്നുള്ളതാണ്. അവിടെ മറ്റേ തിരുപ്പതിയിലെ ലഡു ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ അമ്പലത്തിൽ കയറി തൊഴാനാണെങ്കിലും എല്ലാം ആധാർ ബേസ്ഡ് ആയിട്ട് എല്ലാം ചെയ്യണം എന്ന് പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റ് പുതിയ ഒരു ഇതറിയാം. അപ്പൊ എത്ര പേര് വരുന്നുണ്ട്, ആരൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ള കറക്റ്റ് ആ ഒരു എമൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സിസ്റ്റം അവിടെ കൊണ്ടുവന്നത്. അപ്പം അടുത്തതായിട്ട് ആധാർ നിർബന്ധമാക്കിയ ടെമ്പിൾ ഏതാണ് വിസിറ്റിന്? തിരുമല തിരുപ്പതി ദേവസ്ഥാനം. ഓക്കെ, ഇപ്പൊ ആന്ധ്രാപ്രദേശിലേക്ക് ഒരു ന്യൂസ് ആണ് അതെന്ന് പറയുന്നത്. അടുത്ത, ഇന്ത്യ ആൻഡ് യൂറോപ്യൻ യൂണിയൻ എയിം ടു ബിൽഡ് സ്ട്രോങ്ങർ ടൈസ് ബിറ്റ്വീൻ ദയർ മിലിറ്ററി പേഴ്സണൽ. അപ്പോൾ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ ഓൾറെഡി അവരുണ്ടായിട്ടുള്ള ജോയിന്റ് ഓപ്പറേഷൻസിനെല്ലാം കുറച്ചുകൂടെ ടൈപ്പ് ആക്കി. എന്തിനൊക്കെ വേണ്ടിയിട്ടാന്ന് പറഞ്ഞാൽ നമ്മുടെ സീയില്, ഓഷനില്, ലാൻഡില്, സൈബർ സ്പേസിലെല്ലാം നമ്മൾ നേരിടുന്ന ആ ഒരു പ്രശ്നങ്ങളെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തുമായിട്ട് യൂറോപ്യൻ യൂണിയനുമായിട്ട് ഒരു ടൈപ്പിൽ എത്തിയിരിക്കുന്നത്. അപ്പൊ ഇന്ത്യ പ്രതിദാനം ചെയ്തിട്ട് മുവാൻകുയി സായ്ബായി എന്ന് പറയുന്ന ജോയിന്റ് സെക്രട്ടറി ആണ്, നമ്മുടെ സെക്യൂരിറ്റി അഫയേഴ്സ് ഡിവിഷന്റെ ഒരു ജോയിന്റ് സെക്രട്ടറി ആണ് നമ്മുടെ ഇന്ത്യയെ പ്രതിനിധീകരിച്ചു പോയത്. യു ഡെലിഗേഷൻ ടു ഇന്ത്യ എന്ന് പറയുന്നത് ക്യാപ്റ്റനാണ്, നേവി ക്യാപ്റ്റനാണ് ഫാബ്രിസിയോ ഫാൽസി ആണ് നമ്മുടെ UN എന്തെന്ന് പറഞ്ഞ ഡെലിഗേഷനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവർ രണ്ടുപേരോടാണ് ഓരോ സ്ഥലത്തിനെ ചെയ്ത് വന്നിട്ട് എന്ത് ചെയ്തത്, ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഓൾറെഡി അവന് എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ അത് എന്ത് ചെയ്തിട്ടുണ്ട്, അവരെ കുറച്ചുകൂടെ ഒന്ന് മ്യൂച്വലി ടൈപ്പ് ആക്കി. നല്ലൊരു ന്യൂസ് ആണ്. ഇന്ത്യയിൽ ഒരു സെമി കണ്ടക്ടർ പ്ലാന്റ് കൊണ്ടുവരാനായിട്ടുള്ള ന്യൂസ് ആണ്. അത് വരുന്നത് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയില് അത് വരാനായിട്ട് ആരൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഇസ്രായേൽ ടവർ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞ കമ്പനി അദാനി ഗ്രൂപ്പ് കൂടി ചേർന്നാണ്. അപ്പൊ ഇത് ആക്ച്വലി ഇത് മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ എന്ത് കിട്ടിയിട്ടുണ്ട്, ഇതിന് ഒപ്പീനിയൻ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ സ്ഥാപനം തുടങ്ങാൻ. പിന്നെ അത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ അപ്രൂവൽ, സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവലിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു ബിഗ് സെമി കണ്ടക്ടർ പ്ലാന്റ് ആണ്. അപ്പൊ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒരു വലിയ സെമി കണ്ടക്ടർ പ്രൊഡ്യൂസർ ആകും എന്നുള്ളൊരു മാറ്റമല്ലേ ഇത് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ജോലിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു സെമി കണ്ടക്ടർ പ്ലാന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് സെലൻസ്കി സിംസ് US നോട്ട് ടു സ്ട്രൈക്ക് ഡീപ്പർ ഇൻസൈഡ് റഷ്യ. അതായത് നമ്മുടെ റഷ്യ ഉക്രൈൻ വാർ നടക്കാണ്. അപ്പോൾ ഉക്രൈൻ്റെ പ്രസിഡന്റാണ് വോൾഡിമിർ സെലൻസ്കി എന്ന് പറയുന്നത് നമ്മുടെ റഷ്യയുടെ കർസ്ക് എന്ന് പറഞ്ഞ സ്ഥലം നമ്മുടെ ആർമിയായിട്ട് പിടിച്ചെടുത്തു. അതിന്റെ എതിരായിട്ട് ഉക്രൈന്റെ പോക്രോവ്സ്ക് ആര് പിടിച്ചെടുത്തു? റഷ്യ പിടിച്ചെടുത്തു. അപ്പൊ ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ നമ്മുടെ ഉക്രൈൻ ആർമിക്ക് ഫുഡും റെയിൽ അപ്ലയൻസസും സപ്ലൈസും എല്ലാം കൊടുക്കുന്ന ഏറ്റവും മെയിൻ സെന്റർ ആണ് പോക്രോവ്സ്ക് എന്ന് പറയുന്നത്. ആ പോക്രോവ്സ്ക് ആണ് റഷ്യ എന്ത് ചെയ്തത്, കൈയടക്കിയത്. അതുകൂടാതെ റഷ്യയുടെ ക്രസ്ക് ആര് പിടിച്ചെടുത്തു? നമ്മുടെ യുക്രൈൻ പിടിച്ചെടുത്തു. ദെൻ ഇനി ഇത് യുക്രൈൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയുടെ ഹെൽപ്പ് ചോദിക്കുകയാണ് കുറച്ച് വെപ്പൺസിനും കൂടെ വേണ്ടിയിട്ട്. അങ്ങനെ അമേരിക്ക ഓൾറെഡി പൈസ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് കൂടുതൽ വെപ്പൺസ് കൊടുക്കുകയും അമേരിക്ക അവരുടെ കൂടെ നിൽക്കണം. അപ്പൊ ഇതൊരു വേൾഡ് വാർ ആവത്തില്ലേ. സോ അതുകൊണ്ട് അമേരിക്ക ഇങ്ങനെ ഒന്നിനും ഇടപെടാതെ നിൽക്കുകയാണ്. ഇങ്ങനെ ആ ഒരു ന്യൂസ് ആണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ ഏതൊക്കെ സ്ഥലങ്ങളെ പിടിച്ചെടുത്തെന്ന് ഓർത്താൽ മതി. ഒരു സ്പോർട്സ് റിലേറ്റഡ് ന്യൂസ് ആണ്. നീരജ് ചോപ്ര ഉണ്ടല്ലോ നമ്മുടെ ജാവലിൻ ത്രോസ്, നീരജ് ചോപ്രയ്ക്ക് ഡയമണ്ട് ലീഗിന്റെ ഫൈനലിലേക്ക് സെലക്ഷൻ കിട്ടിയെന്നുള്ളതാണ്. ഇത് നമ്മുടെ ബെൽജിയത്തിന്റെ ക്യാപിറ്റലായിട്ടുള്ള ബ്രസൽസിലാണ് കേട്ടോ. അതപ്പോ ഇവിടെ നടക്കുന്ന ഡയമണ്ട് ലീഗ് അറ്റ് ബെൽജിയത്തിന്റെ ക്യാപിറ്റലായിട്ടുള്ള ബ്രസൽസിൽ വെച്ചിട്ടാണ് ഇത് നടക്കുന്നത്. ദെൻ അവിടെ എന്താണ് നീരജ് ചോപ്ര ക്വാളിഫൈ ആയെന്നുള്ളൊരു ന്യൂസ് ആണ് കിട്ടുന്നത്. ഓക്കെ, ദെൻ ഇന്ത്യയില് നമ്മുടെ പാരാലിമ്പിക്സിന്റെ ന്യൂസ് ആണിത്. പാരാലിമ്പിക്സിനകത്ത് നമുക്ക് ഓൾറെഡി 25 ഗോൾഡ് ആയിരുന്നല്ലോ. സോ ഇപ്പൊ 25 ആയിരുന്നല്ലോ ടോട്ടൽ മെഡൽസ്. ഇപ്പൊ ഒരു ഗോൾഡ് കൂടെ ആയിട്ട് 26 ആയിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ ഗോൾഡ് ഇപ്പൊ എത്ര 6 ഗോൾഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഹൈ ജമ്പർ പ്രവീൺ കുമാറിന് ഗോൾഡ് കിട്ടി എന്നുള്ള ന്യൂസ് ആണ്. ഗോൾഡ് മാത്രമല്ല ഭയങ്കര സ്മാഷിംഗ് റെക്കോർഡുമായിരുന്നു. ദെൻ ആ ഒരു ടൈമിൽ തന്നെ നമുക്കൊരു സിൽവർ കരസ്ഥമാക്കിയ ഒരു ഇതുണ്ട്, അല്ല ആ ഒരു ഇതിൽ തന്നെ സിൽവർ കരസ്ഥമാക്കിയ ഒരു ഇതുണ്ട്. അതെന്ന് പറയുന്നത് ശൗര്യ സേനിയാണ്. ശൗര്യ സേനി വേൾഡ് ഡെഫ് ഷൂട്ടിങ്ങിലാണേ ഉള്ളൂ. ഏത് ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 മീറ്റർ റൈഫിൾ 3rd പൊസിഷനിലാണ് എന്ത് ചെയ്തത്, ഗോൾഡ് കരസ്ഥമാക്കിയത്. ഓക്കെ, ഇസ്ലാമാബാദില് 16 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി പോളിയോ വൈറസ് റിപ്പോർട്ട് ചെയ്തു. ഒരു കുട്ടിക്ക് പോളിയോ വൈറസ് റിപ്പോർട്ട് ചെയ്തു എന്നാണ് അർത്ഥം. അത് WPV1 എന്ന് പറഞ്ഞ കാറ്റഗറിയിലെ പോളിയോ
വൈറസ് ആണ് ആ ഒരു ഇതിന് കാരണം. അപ്പൊ ഇസ്ലാമാബാദില് എത്ര വർഷങ്ങൾക്ക് ശേഷമാണെന്ന് വെച്ചാൽ 16 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തത്. അടുത്ത US ഓപ്പണിന്റെ ഡബിൾസിലെ ഫൈനലാണ്. സിംഗിൾസിന്റെ ഫൈനൽ ആയിട്ടില്ല, നാളത്തെ ഉള്ളൂ. സോ അപ്പൊ ഡബിൾസിലെ ഫൈനൽ നമ്മൾ പഠിക്കണം. സാറ ഇറാനിയും ആൻഡ്രിയ വവാസോറിയുമാണ്. അതൊക്കെയാണ് സാൻഡ്ര ഇറാനി ആൻഡ് ആൻഡ്രിയ വവാസോറിയാണ്. യെസ്, അപ്പൊ ഇവര് മിക്സഡ് ഡബിൾസിൽ എന്ത് ചെയ്തു, ഫസ്റ്റ് വന്നു എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സോ അതോടെ ഇന്നത്തെ ന്യൂസ് കഴിഞ്ഞിട്ടുണ്ട്. ദെൻ അടുത്ത ദിവസം മറ്റൊരു ദിവസം കറണ്ട് അഫയേഴ്സ് ആയിട്ട് വരുന്നവരെ ബൈ. താങ്ക് യു.